പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നടത്തിയ കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കായംകുളത്തും നിരവധി ഇരകൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് നഗരസഭാ കൗൺസിലറും മുസ്ലിം ലീഗ് നേതാവുമായ നവാസ് മുണ്ടകത്തിൽ ആവശ്യപ്പെട്ടു. തട്ടിപ്പിന് രാഷ്ട്രീയ പിൻബലമുണ്ട്, ഇതും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും നവാസ് മുണ്ടകത്തിൽ പറഞ്ഞു. കായംകുളം നഗരസഭാ പരിധിയിൽ മുഴുവൻ വാർഡുകളുടെയും പട്ടിണി പാവങ്ങളെ കോർത്തിണങ്ങിക്കൊണ്ട് നടന്ന വൻ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് മുതുകുളം സീഡ് സൊസൈറ്റി എന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ കായംകുളത്ത് കുടുംബശ്രീ പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് നഗരസഭയിലെ ഇടതുപക്ഷ കൗൺസിലറുടെ നേതൃത്വത്തിൽ വൻ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ആദ്യം പാവങ്ങൾക്ക് കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങൾ പകുതി വിലയ്ക്ക് നൽകി, അത് കഴിഞ്ഞ് ഓണത്തിന് ഭക്ഷണ കിറ്റ് നൽകി, അത് കഴിഞ്ഞ് തയ്യൽ മെഷീൻ പകുതി വിലയ്ക്ക് നൽകി. ഇപ്പോൾ ഇതാ വൻ തട്ടിപ്പ്. ഹോണ്ട ആക്ടിവ സ്കൂട്ടർ 1,20,20,000 രൂപ മുതലുള്ള ഹോണ്ട ആക്ടിവ സ്കൂട്ടർ വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് ഏതാണ്ട് 2,60,00,000 രൂപയുടെ സാമ്പത്തിക സ്വരൂപണം നടത്തി. ആ സാമ്പത്തിക സ്വരൂപണം നടത്തിയ ആൾ മുന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക ക്രമക്കേടിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്? ഇതിനൊരു രാഷ്ട്രീയ പിന്നാമ്പുറമുണ്ട്. ഇത് മുഴുവൻ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി കായംകുളം പോലീസ് കേസെടുക്കണമെന്നാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കുവാൻ.